യുദ്ധം 5-ാം ദിവസം ശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ ഒരു പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അതോടുകൂടി മിഡിൽ ഈസ്റ്റ് മേഖല ആകപ്പാടെ ഭയപ്പാടിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങൾ ചാമ്പലാക്കും എന്നാണ് അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പോരാളികളായിരിക്കുന്ന അല്ലെങ്കിൽ ഹമാസിൻ്റെ വിഭാഗത്തിന് നേരെ ആക്രമണം നടത്തുന്നതിന് പകരം അവരെ ആക്രമിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പിന്നീട് ഇസ്രായേൽ ചെയ്തിരിക്കുന്ന കാര്യം അവിടുത്തെ ജനങ്ങളെ വധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായ രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് ഏറെക്കുറെ അമേരിക്ക മാറുകയാണ്. അഥവാ കഴിഞ്ഞ ദിവസത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് 35 ഇറാനികൾ കൊല്ലപ്പെടുകയും ഏകദേശം 300ഓളം ആളുകൾക്ക് പരിക്കേറ്റ വിവരം ഇപ്പോൾ ഇറാൻ്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. പക്ഷേ എണ്ണസംഖ്യ കൂടാനാണ് സാധ്യത യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആയതുകൊണ്ട്. ബിൽഡിംഗ് തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡി കിട്ടാനൊക്കെ വല്ലാത്ത രീതിയിൽ ചിലപ്പോൾ പ്രയാസം അനുഭവിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യതയില്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു? സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പറയുന്ന കാര്യം എങ്ങനെയാണ്? വൈദ്യുത നിലയം, പാലങ്ങൾ, ആശുപത്രികൾ പോലെയുള്ള സമുച്ചയങ്ങൾ, മേഖലകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ